ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞാൽ ധ്യാനമിരിക്കുകയെന്നത് നരേന്ദ്രമോദിയുടെ ശീലമാണെന്ന് പറയേണ്ടി വരും. 2019 കേദാർനാഥിലെ ഗുഹയിലായിരുന്നെങ്കിൽ ഇക്കുറി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ. 2019 വിജയം 2024 ആവർത്തിക്കാൻ ധ്യാനം രാശിയാണെന്ന് പ്രധാനമന്ത്രി കരുതുന്നുണ്ടാവും. അവതാര പിറവിയാണ് താനെന്നും ജനനം ജൈവികമായി സംഭവിച്ചതല്ലെന്നുമൊക്കെ മോദി പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്നാൽ അത് മാത്രമല്ല കേട്ടത്, വർഗീയ പരാമർശങ്ങളെടുത്ത് അമ്മാനമാടുന്ന മോദിയെ കാണേണ്ടിയും വന്നു. ഹിന്ദുത്വം വോട്ടായി മാറാൻ മുസ്ലിം സമുദായത്തിന് നേരെ ഹീനമായ വിദ്വേഷം പ്രചരിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിധം പെരുമാറുന്നത്. പിന്നീട് മുസ്ലിം സ്നേഹം പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നതും കാണേണ്ടി വന്നു. എതിർ രാഷ്ട്രീയക്കാരെ ജിഹാദികളായും അവരുടെ വോട്ട് ബാങ്ക് ജിഹാദി വോട്ട് ബാങ്കായും പ്രധാനമന്ത്രിയിൽ നിന്നും കേൾക്കേണ്ടി വന്ന നാടാണ് ഭാരതം. അപ്പോൾ ഒരു സംശയം, ഇതെല്ലാം ചെയ്തിട്ട് ധ്യാനമിരുന്നാൽ എന്തായിരിക്കും ഫലം? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM, ഡോക്ടർ സോയ ജോസഫ്, കോൺഗ്രസ്, RS രാജീവ്, BJP, ഷാജി ജോസഫ്, മാധ്യമപ്രവർത്തകൻ. ആദ്യം BJP പ്രതിനിധിയിലേക്ക്. രാജീവ്, 2019 ഒരു അനുഭവം അല്ലെങ്കിൽ ധ്യാനം മോദിയുടെ ഒരു ശീലം, ഏത് നിലയ്ക്ക് വേണം? പ്രധാനമന്ത്രിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വീണ്ടും പോകുന്നത്. ഏത് നിലയ്ക്കാണ് അതിനെ BJP, അദ്ദേഹത്തിൻ്റെ പാർട്ടി ജനങ്ങളോട് വിശദീകരിക്കുന്നത്? അല്ല, അദ്ദേഹം ധ്യാനമിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അത് പലരും പല കാര്യങ്ങളായി അമ്പലത്തിൽ പോകാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്. അവരുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമാണ് ധ്യാനം എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2019 അദ്ദേഹം കേദാർനാഥിൽ ഇരുന്നിട്ടുള്ള, അദ്ദേഹം ഇതിനു മുമ്പും ധ്യാനങ്ങൾ ഇരിക്കാറുണ്ട്. അതൊക്കെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ശബരിമലയിൽ പോയി ഒളികണ്ണോടുകൂടി അയ്യപ്പനെ കണ്ടതും അതോടൊപ്പം തന്നെ ഇതാണോ കൃഷ്ണൻ എന്ന് കേട്ട് ഗുരുവായൂർ പോയി തൊഴുതുപോലെ അല്ല. അയാൾക്ക് വ്യക്തമായിട്ടുള്ള, പ്രധാനമന്ത്രിക്ക് വ്യക്തമായിട്ടുള്ളൊരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടാണ് അത് പോകുന്നത്. ആ നിലപാടിനെ ചർച്ച ചെയ്യേണ്ട ആവശ്യകതയില്ല. അതായത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ആവശ്യം മാത്രമാണ്. അനിൽകുമാർ, തീർച്ചയായും അതൊരു വ്യക്തിയുടെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനവും ഒക്കെ ആകാം. പക്ഷേ ഒരു വ്യക്തി എന്നത് കേവലം ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആ മുന്നണിയെ നയിച്ചയാളാണ്. ആ മുന്നണിയെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടുകൂടിയാകുമോ ധ്യാനം പോലെ ഒരു കർമ്മത്തിലേക്ക് കടക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ ആളുകൾ വിലയിരുത്തുക? ശ്രീകോവിലിൻ്റെ മുന്നിലെത്തുമ്പോൾ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന സ്ഥലം ഇതാണ് എന്ന് പറയുമ്പോൾ ഇതാണ് ശരി, അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത് അനാദരവാണ്, മുഖ്യമന്ത്രി അനാദരവ് കാട്ടിയതാണ് എന്നൊരാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന BJP-ക്കാരെ ഓർത്ത് ഞാനൊന്ന് സഹതപിക്കുകയാണ്. അനാദരവെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഉള്ളികണ്ണോടുകൂടി നോക്കുന്ന ആളാണ്. ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരാളാണ് മുഖ്യമന്ത്രി എന്നാണ് അർത്ഥം. അതാണ് ഒരു ഉള്ളികണ്ണിൽ. അതെ അതെ അതെ, ഒരു ഉള്ളികണ്ണിന്റെ പ്രശ്നമില്ല. ഈ സമൂഹത്തിനകത്ത് എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്ന, എല്ലാ മനുഷ്യരും ആരാധിക്കുന്ന എല്ലാ വിശ്വാസ സങ്കേതങ്ങളെയും ആദരവോടെ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതീകവും പ്രതിനിധിയുമാണ് പിണറായി വിജയൻ. അദ്ദേഹം ശബരിമലയിൽ പോകുമ്പോഴും ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തുമ്പോഴും ആ ക്ഷേത്ര സങ്കേതത്തിൽ ആരൂഢമായി കരുതുന്ന വിശ്വാസ പരിസരങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവിടെ ഭൗതികമായി ആ ആരാധനാ സങ്കേതത്തിന് എന്താണോ വേണ്ടത് അതൊരു ഭരണകർത്താവ് നിലയ്ക്ക് സംരക്ഷണം ഉറപ്പുവരുത്തലാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ഇത്തരം സങ്കേതങ്ങളിൽ പിക്കാസുമായി പോയി അവയെ അടിച്ചു വീഴ്ത്തുമ്പോൾ, മസ്ജിദുകളെ തകർത്തെറിയുമ്പോൾ, കാശിയിലെ ഗ്യാൻബാബി പള്ളി പൊളിച്ചെറിയാൻ ഒളികണ്ണിട്ട് നരേന്ദ്രമോദി അങ്ങോട്ട് നോക്കുമ്പോൾ, തൊട്ടപ്പുറത്ത് മറ്റൊരു ആരാധനാലയം, മധുരയിലെ ഒരു ആരാധനാലയം പള്ളി തകർക്കാൻ അമിത്ഷാ ഒളികണ്ണിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മോഹൻ ഭഗത് ഒളികണ്ണിട്ടല്ല നേരിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ആരാധനാലയങ്ങളെ തകർക്കുന്ന പ്രത്യയശാസ്ത്രത്തെ ചെറുക്കുന്ന നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ആഖ്യാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സമീകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അനാവശ്യമായ ഇത്തരം കൽപ്പനകൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അതാണ് ഒന്നാമതായി പറയാനുള്ളത്.
രണ്ടാമത്, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അദ്ദേഹം സ്വയം ദൈവമാണ്. ഇനി ആരെയാണ് അദ്ദേഹം പൂജിക്കാൻ പോകുന്നത്? അദ്ദേഹം ആരെയാണ് ഇനി ആരാധിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ വെളിപാടുകൾക്ക് ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും തരത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ദഹിക്കാവുന്നൊരു കാര്യമാണോ? ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നോക്കിയാൽ അറിയാം, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാരുടെ മനസ്സിൽ ശാസ്ത്രാവബോധം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥമാണ്. അത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉള്ളെങ്കിൽ പോലും ഇങ്ങനൊരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായല്ലോ എന്നോർത്ത് ഭരണ സൃഷ്ടാക്കളും അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരും പരിതപിക്കുന്നുണ്ടാവും അവരുടെ ഓർമ്മകളിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഒരിക്കൽ മോദി പറയുന്നത് കേട്ടു, അദ്ദേഹം ഫയലുകൾ വായിക്കാറില്ല, നേരെ നോക്കിയിട്ട് സ്കാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് ഏത് ഫയലും കാണാപ്പാടമാണ്. എൻ്റെ തലച്ചോറിനകത്തത് അത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഇത് പറയുന്ന നരേന്ദ്രമോദിയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഓരോ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ എന്താ പറയുക? എന്നെക്കൊണ്ട് ദൈവം അങ്ങനെ ചെയ്യിക്കുകയാണ്. ഞാൻ ഓരോ സന്ദർഭത്തിലും ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആലോചിക്കും, ദൈവം എന്നെക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത്. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മൗനമായിരിക്കാൻ ഏത് ദൈവമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ഈ രാജ്യചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ വംശഹത്യക്കിരയായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ ഏത് ദൈവമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇപ്രകാരം പ്രവർത്തിക്കാൻ? ഗുജറാത്തിലെ പാവപ്പെട്ട മനുഷ്യർ നിരാലംബരാക്കപ്പെട്ട് അവർ ഓടിയെത്തിയിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ സന്താനോൽപാദന ഫാക്ടറികളാണ് എന്ന പരാമർശം ഏത് ദൈവത്തിൻ്റെ വെളിപാടാണ്? ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് മനസ്സിലായിട്ടുള്ള അത്തരമൊരു ദൈവത്തെ. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാലം വിഭ്രാന്തിയോടുകൂടി പറഞ്ഞ മതവിദ്വേഷത്തിൻ്റെ അപരമതവിദ്വേഷത്തിൻ്റെ ഇത്തരം കാലുഷ്യങ്ങളുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ഞാനൊരു സമാധാനത്തോടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ആ പോക്കെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തർക്കമുള്ള കാര്യങ്ങളല്ല. പക്ഷെ പോകുന്നത് വിവേകാനന്ദൻ്റെ സവിധത്തിലേക്കാണ്. ആരാണ് വിവേകാനന്ദൻ? എക്സ്ക്ലൂഷൻ എന്നൊരു പദം ഇന്ത്യക്ക് അപരിചിതമാണ്, എൻ്റെ മതത്തിന് അപരിചിതമാണ്. അത്തരമൊരു വാക്കിന് സമാനമായി സംസ്കൃത ഭാഷയിൽ ഒരു വാക്ക് ഇല്ല. എൻ്റെ മതത്തിൻ്റെ ഭാഷയായ സംസ്കൃതത്തിൽ എക്സ്ക്ലൂഷൻ എന്നൊരു വാക്കില്ല. ഇത് പറഞ്ഞ താപസ ശ്രേഷ്ഠനാണ് വിവേകാനന്ദ സ്വാമികൾ. ആ വിവേകാനന്ദ സ്വാമികളുടെ വിവേകാനന്ദ പാറയിൽ പോയി ഇരിക്കുമ്പോൾ സ്വാഭാവികമായും എക്സ്ക്ലൂഷൻ എന്ന പദം, ആ പദത്തിന് സമാനമായി എത്രയോ കാര്യങ്ങളാണ് നരേന്ദ്രമോദി 10 കൊല്ലക്കാലം ചെയ്തത്. അതുകൊണ്ട് വിവേകാനന്ദ പാറയിൽ പോയി തല തല്ലി പ്രായശ്ചിത്തം ചോദിക്കുകയാണ് വേണ്ടത്. അവിടെ പോയി മൗനമായി പ്രാർത്ഥന ഇരിക്കുകയല്ല. 10 കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്തെ ജനകൂടുകളോടും ഈ രാജ്യത്തോടും വിവേകാനന്ദന്റെ ഓർമ്മകളോടും ഹിന്ദുമതത്തോടും ചെയ്ത പാതകങ്ങൾക്ക് നരേന്ദ്രമോദി ഉത്തരം പറയുകയാണ് വേണ്ടത്. ഡോക്ടർ സോയ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഡോക്ടർ അനിൽകുമാർ പറഞ്ഞു നിർത്തിയ പോലെ അവിതർക്കിതമായ ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJPക്ക് പരമാവധി സീറ്റുകൾ ലഭിക്കാൻ വേണ്ടി തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ഒരു പാതയിലേക്ക് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, എല്ലാവരും രണ്ടാം ഘട്ടം കഴിയുമ്പോൾ എന്ന നിലയിലാണ് പറയുന്നത്, പക്ഷേ രണ്ടാം ഘട്ടത്തിന് മുമ്പ് തന്നെ ഏപ്രിൽ 21 അദ്ദേഹം രാജസ്ഥാനിൽ തുടങ്ങി വെച്ചു. തുടർന്ന് അങ്ങോട്ട് വളരെ ഹീനമായ ഒരു പ്രചാരണ രീതി അവലംബിച്ചു. അത് ശ്രീ അനിൽകുമാർ പറഞ്ഞത് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള അപലപനീയമായിട്ടുള്ള അപരമത വിദ്വേഷം പ്രചരിപ്പിക്കലാണ്. ഇങ്ങനെ ഒരു കാലത്തിലൂടെ കടന്നു വന്ന ഒരു നേതാവ്, അദ്ദേഹം പ്രധാനമന്ത്രി കൂടിയാണ്, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നവും സവിശേഷതയും. അങ്ങനെ ഉള്ള ഒരാൾ വ്യക്തിപരമായ തീരുമാനമായി ധ്യാനത്തിന് പോകാൻ അതും 19 തെരഞ്ഞെടുപ്പിന് ശേഷം ഇതേപോലെ കേദാർനാഥിൽ പോയിരുന്നയാളാണ്. അപ്പോൾ സ്വാഭാവികമായി വേണമെങ്കിൽ കരുതാം അന്നൊരു വലിയ വിജയം കൊണ്ടുവന്നു. അപ്പോൾ ഇതിനുമൊരു ധ്യാനത്തിനും ഒരു പങ്കുണ്ട് എന്ന് അദ്ദേഹം ധരിക്കുന്നത് കൊണ്ടാകാം അടുത്ത തവണയും അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിയുന്ന ദിവസം സെലക്ട് ചെയ്ത് അതേപോലെ തന്നെ വിവേകാനന്ദ പാറയിലേക്ക് വന്നിരുന്ന് ധ്യാനിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ആളുകളുടെ ചെയ്തികൾ വെച്ചുകൂടിയാകുമോ ഇതൊക്കെ നാട്ടുകാർ അളക്കുക എന്നൊരു പ്രശ്നമുണ്ടോ? തീർച്ചയായും നമ്മൾ കഴിഞ്ഞ 2019 തന്നെ ആ തെരഞ്ഞെടുപ്പിനെ ഒട്ടും രാഷ്ട്രീയപരമല്ലാതെ നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് BJP. രാഷ്ട്രീയ പാർട്ടിയാണ്
എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് പോലും വലിയ ഗതികേടാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഈ 2024 ഈ രാജ്യത്ത് ഒരു നേതാവ് പോലും, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് പോലും പറയാത്ത തരത്തിലുള്ള അത്ര കണ്ട് ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നതിൻ്റെ, വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മാറിപ്പോയി എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാജ്യം എത്രത്തോളം, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നമ്മൾ ജനാധിപത്യം മതേതരത്വം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ രാജ്യത്ത് കാര്യങ്ങളെ ദൈക്ഷണികമായി കാണാനുള്ള, വിവേചിച്ചറിയാനുള്ള, ഭൗതികമായി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അത്തരം വിവേചന ബുദ്ധിയൊക്കെ മനുഷ്യർക്കുണ്ട്. അത്തരം വിവേചന ബുദ്ധിയിലേക്ക് മനുഷ്യർ മാറണമെന്ന് അങ്ങേയറ്റം ചിന്തിക്കുകയും അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് അത്രമേൽ ഒരു കണക്കിലും ലോജിക്കലല്ലാത്തയുള്ള, അല്ലെങ്കിൽ ഒരു കണക്കിലും മനുഷ്യരുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിദ്വേഷ പ്രസംഗം നടത്തിക്കൊണ്ട് എത്ര ഹീനമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഒരു മനുഷ്യരെ, ഒരു മതവിഭാഗക്കാരെ മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കുന്നു, പെറ്റുകൂട്ടുന്നവരെന്ന് വിളിക്കുന്നു. അവരെ സംബന്ധിച്ച് ഏറ്റവും കോൺഗ്രസിനെയൊക്കെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അന്ന് പിന്നെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗം അതിനെ അങ്ങേയറ്റം വളച്ചൊടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരിലേക്കും വികസനം എത്തണം, അത് ഈ രാജ്യത്തെ ദളിതനിലേക്കും ന്യൂനപക്ഷക്കാരനിലേക്കും സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ ആ വികസനത്തിൻ്റെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറഞ്ഞു വെക്കുന്നത് പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രം പിന്നെ സമ്പത്ത് വിതരണം ചെയ്യുന്ന നിങ്ങളുടെ ഭാര്യമാരുടെയും അമ്മമാരുടെയും താലിമാല പോലും പിടിച്ചെടുത്തുകൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് എന്നുള്ളത് അപമാനകരമായി വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ബയോളജിക്കലായിട്ട് ജനിച്ചൊരു മനുഷ്യനല്ല, ഞാൻ അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ളൊരു മനുഷ്യനല്ല, ഞാൻ ആ ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മുൻ ഫ്രഞ്ച് രാജ്യങ്ങളിലൊക്കെ അന്ന് രാജഭരണം നിലനിന്നിരുന്ന സമയത്ത് അവർ ഡിവൈൻ റൈറ്റ് തിയറി ഒക്കെ പറഞ്ഞു വെച്ചതിൻ്റെ വലിയ പിന്നെ ഇല്ലോജിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയൊക്കെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരന്ന് രാജഭരണത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ചിന്തിക്കണം, 400, 500, 1000 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള അതേ സ്റ്റേറ്റ്മെന്റ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന, ദൈക്ഷണികമായൊക്കെ മുന്നോട്ട് പോകണമെന്ന് നിരന്തരം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ ദൈവനിയോഗമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന എന്താണ് ദൈവനിയോഗം? കഴിഞ്ഞ ദിവസം പിന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒന്നടങ്കം പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു എന്താണ് ദൈവനിയോഗം? അദാനിയെ പിന്നെ സേവിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ള ദൈവനിയോഗം. നരേന്ദ്രമോദി ഈ പറഞ്ഞതുപോലെ അദാനി തുച്ഛമായ വിലയ്ക്ക് കൊണ്ടുവരുന്ന കൽക്കരി ഇവിടെ വലിയ വിലയ്ക്ക് വാങ്ങി ആളുകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കുക എന്നുള്ള വലിയ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ദൈവനിയോഗം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ഈ പിന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള കൊള്ളരുതായ്മകൾ അത് ചിന്തിച്ചു വെക്കണം. ആ കൊള്ളരുതായ്മകൾക്കുള്ള പ്രായചിത്തം തന്നെയായിട്ട് ഇത് മാറേണ്ടതുണ്ട്. തൊഴിലില്ലായ്മ പോലെ, വിലക്കയറ്റം പോലെ, സ്ത്രീവിരുദ്ധത പോലെ, മനുഷ്യത്വ വിരുദ്ധത പോലെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയിട്ട് ആ 10 കൊല്ലത്തെ പ്രായചിത്തം പോലും ചെയ്യാൻ, പിന്നെ ഇതൊരു സൃഷ്ടിക്കലാണ്, ഇതൊരു പ്രതിച്ഛായ സൃഷ്ടിക്കലാണ്. അന്ന് കേദാർനാഥിൽ പോയതുപോലെ ഇപ്പൊ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കലാണ്. ഞങ്ങൾ ജയിക്കാൻ പോകുന്നു, ഇത് പിന്നെ ഏറ്റവും വലിയ പരാജിതനായി പോകുമ്പോൾ ഞാൻ ജയിക്കാൻ പോവുകയാണ് എന്ന് നിർമ്മിച്ചെടുക്കാനുള്ള വെറും ഗിമ്മിക്ക് മാത്രമാണ്. 10 കൊല്ലം ചെയ്തിട്ടുള്ള ഗിമ്മിക്കിന്റെ അവസാനത്തെ ഒരു ഗിമ്മിക്കായി മാത്രമാണ് ഇതിനെ കാണേണ്ടത്. മറ്റൊന്നും അതിന്റെ ഭാഗമായി പറഞ്ഞു വെക്കേണ്ടതില്ല. ഇവിടെ ശ്രീ ഷാജി ജോസഫ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ അവസാന ഘട്ടം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലെ ആ പ്രദേശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ലൈവിൽ ചേർന്നിട്ടുള്ളത്. ജാർഖണ്ഡിൽ ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടെ ഉണ്ടായിരുന്നു. താങ്കളുമായി ഉച്ചയ്ക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി എവിടേക്ക് എത്തുന്നു, ഇപ്പോൾ ധ്യാനത്തിനൊക്കെ പോകാൻ പോകുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഊന്നൽ എന്തായിരുന്നു? താങ്കളിത് ശ്രദ്ധിച്ചോ? ഇന്നിപ്പോൾ വന്ന വാർത്ത വൈകുന്നേരം അതാണ്. കഴിഞ്ഞ തവണ കേദാർനാഥിലെ ഗുഹയിലായിരുന്നെങ്കിൽ
ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്, കന്യാകുമാരിയിലേക്ക്, അതും വിവേകാനന്ദ പാറയിലേക്കാണ് എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ കഴിഞ്ഞാൽ പിന്നൊരു 2-2.5-3 ദിവസം ധ്യാനമാണ്. കേട്ടിരുന്നോ, അറിഞ്ഞിരുന്നോ? ശരത്ത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് ജാർഖണ്ഡിലെ സന്താൾ പർഗാന ഏരിയയിലെ ദുംകയിലെത്തിയിരുന്നു. ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഞാൻ വീക്ഷിച്ചത് കഴിഞ്ഞ 1.5 മാസമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രധാനമന്ത്രി വളരെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം വച്ചു പുലർത്തുന്ന ആ വിഭാഗീയതയുടെ സ്വരം വളരെ വ്യക്തമായി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എനിക്കൊരു സംശയം, എന്താണ് ഇദ്ദേഹം ധ്യാനിക്കാൻ പോകുന്നത്? ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. ഞാനൊരു ദൈവത്തിൽ നിന്ന് വന്ന ഒരു അവതാരമാണ് എന്ന് ഒരു മനുഷ്യൻ പറയുമ്പോൾ താർക്കികമായി ചിന്തിക്കുകയും പുരോഗമനാത്മകമായി സയന്റിഫിക് ടെമ്പറോടുകൂടി ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? ആദ്യമായി ചിന്തിക്കുന്നത്, അദ്ദേഹം ആദ്യമായി തള്ളിപ്പറയുന്നത് ആരെയാണ് തള്ളി പറയുന്നത്? തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയല്ലേ തള്ളിപ്പറയുന്നത്? സ്വന്തം കൺമുൻപിൽ ദൈവങ്ങളായി നിൽക്കുന്ന മാതാപിതാക്കളെ തള്ളിപ്പറയുകയും ഞാൻ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി നടത്തുന്നത് എത്ര നിഷേധാത്മകമായ, എത്ര താർക്കികമല്ലാത്ത ഒരു പൊസിഷനാണത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വിജയത്തിനായി നമുക്കറിയാം പല ഘട്ടങ്ങളിലും പല രാഷ്ട്രീയ നേതാക്കളും പല രീതിയിലുള്ള രാഷ്ട്രീയ പൊടിക്കൈകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ വിഭാഗീയതയുടെ സ്വരം ആധികാരികമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായി ധ്യാനിക്കാൻ പോകാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാനിതാ വിവേകാനന്ദൻ ജനിച്ച മണ്ണിലേക്ക് അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്ക് ഞാൻ ധ്യാനിക്കാൻ പോകുന്നു എന്ന് ഒരു പ്രചരണം നടത്തുന്നതിന്റെ ആവശ്യകത എന്താണ്? അതും ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയല്ലേ വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇന്ന് ജാർഖണ്ഡിലെ പ്രസംഗത്തിൽ, പണ്ട് കേരളത്തിൽ 2014 പ്രചരണത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേരളത്തെ സൊമാലിയയുമായി ഒന്ന് താരതമ്യപ്പെടുത്തിയിരുന്നു. ഇന്ന് ജാർഖണ്ഡിൽ അദ്ദേഹം പറഞ്ഞത് ജാർഖണ്ഡ് മലകൾക്ക് അറിയപ്പെടുന്ന മേഖലയാണ്, പക്ഷെ ഇപ്പോൾ ജാർഖണ്ഡ് അറിയപ്പെടുന്നത് നോട്ട് മലകൾക്ക് വേണ്ടിയാണ്. ഈ അടുത്ത കാലത്ത് ED റെയ്ഡിൽ ജാർഖണ്ഡിലെ ഒരു മന്ത്രിയുടെ സഹായിയുടെ വീട്ടിൽ നിന്ന് നോട്ട് കെട്ടുകൾ പിടിക്കുകയുണ്ടായി. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അതിനുശേഷം ഇങ്ങോട്ട് 1-2 റെയ്ഡുകൾ നടന്നു. അവിടെയും അഴിമതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ മൊത്തമായി തള്ളിപ്പറയുന്ന ഒരു രീതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വീകരിക്കുമ്പോൾ അതിനെ ജാർഖണ്ഡിലെ ജനങ്ങൾ എങ്ങനെ അംഗീകരിക്കുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം സൊമാലിയ എന്ന് വിളിച്ചപ്പോൾ കേരളം അതിനെ എങ്ങനെയാണ് അംഗീകരിച്ചത്. അതുകൊണ്ട് ജാർഖണ്ഡിലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ സന്താൾ പർഗാന മേഖല എന്ന് പറയുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന ഷിബു സോറൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. അവരുടെ ഒരു കോട്ടക്കൊത്തളമാണിത്. അപ്പോൾ ഇവിടുത്തെ 3 സീറ്റുകൾ, ഗൊഡ എന്ന് പറയുന്ന ജനറൽ സീറ്റും ഷെഡ്യൂൾ ട്രൈബുകൾക്ക് റിസർവ് ആയിരിക്കുന്ന രാജ്മഹലും ദുംകയും, ഈ 2 സീറ്റുകളിലും അതിശക്തമായ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത് BJP. അതിലൊന്നും ഒരു സംശയവുമില്ല. ഈ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ദുംകയും ഗൊഡയും BJP നേടിയതാണ്. എന്നാൽ ഈ 3 സീറ്റുകളുടെ ചരിത്രത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള ദുംകയിലും അതുപോലെ തന്നെ
രാജ്മഹലിലും BJP-യുടെ പോരാട്ടം ഏതാണ്ട് വളരെ നിഷ്ക്രിയമായ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ കാരണം BJP ദുംകയിൽ ഫീൽഡ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഷിബു സോറന്റെ മൂത്ത മകനായിരുന്ന ദുർഗാ സോറന്റെ ഭാര്യയാണ്. കഴിഞ്ഞ ഒരു മാസം മുൻപ് വരെ JMM-ന്റെ ജാമ എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആയിരുന്നു അവർ. ഇപ്പോഴും അവർ MLA ആയി തന്നെയാണ് തുടരുന്നത്. അവരാണ് BJP-യിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. അവർ രാജിക്കത്ത് കൊടുത്തെങ്കിലും അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ JMM-നെ ഈ മേഖലയിൽ തളർത്താൻ വേണ്ടി BJP-യുടെ നേതൃത്വത്തിൽ അവരുടെ എല്ലാ ആയുധങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിലും ശരി, ജാർഖണ്ഡ് മുക്തി മോർച്ചയോടുള്ള ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ ഒരു പിന്തുണ അതിനെ ഭേദിക്കാൻ സാധിക്കുമോ എന്നുള്ള വലിയ ചോദ്യം ഇവിടെയുണ്ട്. ശരി, ആ ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ, ഞാൻ അവസാനിപ്പിക്കാം, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗത്തിന്റെ പ്രത്യേകത. അദ്ദേഹം വന്നു കണ്ടു, പക്ഷെ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് വളരെ ചെറിയൊരു പ്രസംഗം പറഞ്ഞ് ഇവിടെ നിന്ന് അദ്ദേഹം ഒഴിവായത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. രാജീവ്, ഈ വന്ന പരാമർശങ്ങളിൽ നിന്ന് വരുന്ന ചില പ്രസക്തമായ ഭാഗങ്ങൾ, ഇപ്പോൾ ശ്രീ ഷാജി ജോസഫ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നും അദ്ദേഹം വിഭാഗീയമായിട്ടാണ് പ്രസംഗിച്ചത്. അങ്ങനെ തുടരുന്ന ഒരാളാണ്, അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാണ് ധ്യാനത്തിന് പോകുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ തവണ വിജയത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നതിൽ, ആ ഗുഹയിലെ കേദാർനാഥിലെ ധ്യാനവും ഒക്കെ അതിൻ്റെ പാർട്ടാണ്. അത് തന്നെ വീണ്ടും ചെയ്യുന്നു എന്ന നിലയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ ഗിമിക്കോ മാത്രമായിട്ടാണ് നേരത്തെ ഇതിനെയും അവസാന ഗിമിക്ക് എന്ന നിലയിലാണ്. ഇത്തവണത്തേത് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു അവസാനത്തെ ഗിമിക്കായി മാറും എന്നാണ് കോൺഗ്രസ് പ്രതിനിധി സോയ പറഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളും നിലപാടുകളും വിവേകാനന്ദ സ്വാമികളുടെ ദർശനങ്ങളും ഒത്തുപോകുന്നതേയല്ല, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞു വെച്ചല്ലോ. അപ്പോൾ ആ നിലയിൽ വൈരുദ്ധ്യങ്ങളുള്ള ദക്ഷിണേന്ത്യ തന്നെയാണ് പൂർണ്ണമായും BJP ഇന്നും അകറ്റി നിർത്തിയിരിക്കുന്ന രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അവിടേക്ക് വിവേകാനന്ദ സ്വാമികളുടെ നാമധേയത്തിലുള്ള ആ പാറയിൽ വന്നിരുന്ന് ധ്യാനിക്കുമ്പോൾ ദക്ഷിണേന്ത്യ വിശേഷിച്ച് ഈ കാര്യങ്ങളെയൊക്കെ ഏത് നിലയിലെടുക്കുമെന്ന് BJPക്ക് ധരിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ അനിൽകുമാർ ചോദിച്ചത്, സ്വയം ദൈവമായി മാറിയ ഒരാൾ, അങ്ങനെ വെളിപ്പെടുത്തിയ ഒരാൾ, അങ്ങനെ അവകാശപ്പെട്ട ഒരാൾ നരേന്ദ്രമോദി ആരെയാണ് പൂജിക്കുന്നത്, ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ അത് ആ നിലയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തള്ളുകളിൽ ഒന്ന് മാത്രമായി ഇതെല്ലാം മാറും. രാജീവ്, അദ്ദേഹത്തിൻ്റേതായ മോദിയുടെ തള്ളുകൾ എന്ന നിലയിൽ നേരത്തെ അദ്ദേഹം പല ഉദാഹരണങ്ങളും പറഞ്ഞില്ലേ, അതുമൊക്കെ ഈ നാട്ടിൽ പാട്ടാണ്, വളരെയധികം പ്രചരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനൊരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അത് തിരിച്ചറിയുന്നുണ്ടോ നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ പാർട്ടി? രാജീവ്, ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് ജൂൺ 4 കഴിഞ്ഞിട്ട് കാണാം. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. രണ്ട്, നമ്മുടെ ശ്രീ അനിൽകുമാർ ഒരു കാര്യം പറഞ്ഞു, പവിത്രമായിട്ടുള്ള വിവേകാനന്ദ മന്ദിരം. അത് അങ്ങനെ പവിത്രമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അവിടെ വിവേകാനന്ദ പാറ സൃഷ്ടിക്കാൻ വേണ്ടി, അവിടെ ധ്യാനമന്ദിരം സൃഷ്ടിക്കാൻ വേണ്ടി, വിവേകാനന്ദ കന്യാകുമാരി സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ 50 പൈസ ചില്ലിക്കാശ് കൊടുക്കാത്ത ഒരു സർക്കാരായിരുന്നു EMSൻ്റെ ഗവൺമെൻറ്. ആ പ്രതിനിധി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇന്ന് വിവേകാനന്ദനെ പൂഴ്ത്തി പറയുന്നത്. അത് സ്വാഗതാർഹം ചെയ്യുന്നു. ഇപ്പോഴെങ്കിലും വിവേകാനന്ദനെ പൂഴ്ത്താനുള്ള ഒരു മനസ്സ് വന്നല്ലോ. മറ്റൊരു കാര്യം, BJPയുടെ പങ്ക് എന്താണ്? BJPക്ക് പങ്കുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് പങ്കുണ്ട്? അല്ല, ഞാൻ നിങ്ങളുടെ പങ്കിനെ എല്ലാ സംസ്ഥാനങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും വിവേകാനന്ദ പാറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിവേകാനന്ദ മന്ദിരത്തിന് വേണ്ടി അവരുടെ അകമൊഴിഞ്ഞ സംഭാവന എടുത്തപ്പോൾ EMS തിരിഞ്ഞു നിന്നു. DMK സർക്കാർ തിരിഞ്ഞു നിന്നു. BJPയുടെ പങ്കെന്ന് വെച്ചാൽ BJPയുടെ അണികൾ, അന്നത്തെ മുഴുവൻ ആൾക്കാരും അതിനോട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുൻപന്തിയിലുണ്ടായിരുന്നു. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയാണോ ചെയ്തത്? മാർക്സിസ്റ്റ് പാർട്ടി കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തത്. വിവേകാനന്ദനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇന്നിപ്പോൾ വിവേകാനന്ദനെ അംഗീകരിക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നത്. പിന്നെ പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാവരെയും മൂർത്തിമത് ഭാവമായിട്ട് കാണുന്നു, എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്നു. ഇതാണ് നമ്മൾ പറയേണ്ടത്. കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ് ശൗര്യവല എന്താണെന്ന്. ഞാൻ അതിലോട്ടൊന്നും കിടക്കില്ല. ഇവിടെ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വംശഹത്യ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നടപടികളും വിവേകാനന്ദ സ്വാമികളുടെ ദർശനങ്ങളും രണ്ടു വഴിക്കാണ്.
ഞാൻ കേൾക്കട്ടെ, പുറന്തള്ളൽ, എക്സ്ക്ലൂഷൻ വിവേകാനന്ദ സ്വാമികളുടെ ചിന്തയിലും ദർശനങ്ങളിലുമേ ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിലും പ്രത്യയശാസ്ത്രത്തിലും അടിമുടിയുള്ളത് അതാണ്. നരേന്ദ്രമോദിയുടെ ദർശനത്തിലും അയാളുടെ പ്രവൃത്തിയിലും വിവേകാനന്ദൻ എത്രത്തോളം ആകൃഷ്ടനായിട്ടുണ്ടെന്നും എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കുറച്ച് 5-6 പേർക്ക് അറിഞ്ഞുവിടുന്നത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഞാൻ പറയട്ടെ, ഈ വംശഹത്യ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദി അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് 3ാം തവണയും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വരാൻ പോകുന്നത്. എന്തൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 6ാം ഘട്ടം കഴിയുമ്പോൾ BJP കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ 400 സീറ്റ് ഞങ്ങൾ 7 ഘട്ടം കഴിയുമ്പോൾ NDA പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിരിക്കും. അത് എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, 1ാം ഘട്ടത്തിൽ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്ത ഈ ഭാരതത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണിയും വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നില്ല? ആരാണ് രാജ്യത്തെ ജനങ്ങളെ ജാതി സെൻസസിലോട്ട് മാറ്റിയെടുത്തത്? രാജ്യത്ത് ജാതി സെൻസസും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാരാണ്? അപ്പൊ അതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഈ അന്യമത അപരമത വിദ്വേഷത്തിലേക്ക്, മുസ്ലിം ഞാൻ പറയട്ടെ, 1874 മുതൽ മൈസൂർ റീജിയനിലുള്ള മുസ്ലിങ്ങൾക്ക് അവർ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് മൈസൂരിലെ മുസ്ലിം സമുദായത്തിന് 1874 മുതൽ സംവരണമുണ്ട്. അതുകൊണ്ട് കർണാടകത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കണമെന്ന് പറയുന്നോ? ശരിയാണോ? എന്ന് വെച്ച് ആ മുസ്ലിം സമുദായത്തെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കാമോ? പെറ്റുപെരുകുന്നവരെന്ന് വിളിച്ചത് ഒരു രാഷ്ട്രീയ നേതാവല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നേ. അതാ പ്രശ്നം. നുഴഞ്ഞു കയറിയവർ മുസ്ലിം സമുദായം എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? മുസ്ലിം സമുദായത്തിലെ നാമധാരികളാവണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ നുഴഞ്ഞു കയറുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ JP നദ്ദയോട് പറഞ്ഞത്, ഒരു സമുദായത്തെ മതവിഭാഗീയതയ്ക്കും മതവർഗീയതയ്ക്കും താരപ്രചാരകർ തുനിയരുത്. അങ്ങനെയെങ്കിലും കമ്മീഷന് പറയേണ്ടി വന്നത് ആര് കാരണമാണ്? രാജീവിന് അറിയുമല്ലോ. വിഷയമാണ്. JP നദ്ദയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പറയേണ്ടി വന്നത് ആര് കാരണം? ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നരേന്ദ്രമോദി കാരണം. കോൺഗ്രസിന് രക്ഷപ്പെടാൻ പറ്റൂ. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ടുവന്നാലേ കോൺഗ്രസിന് 50 ഇവരുടെ പരാതി, ഇവരുടെ വിമർശനം. അതുകൊണ്ട് രാജ്യത്ത് ജാതിപരമായിട്ടും മതപരമായിട്ടുള്ള വിദ്വേഷം കൊണ്ടുവരിക, അതിന് ബോധപൂർവം കോൺഗ്രസും അതോടൊപ്പം ഇന്ത്യ മുന്നണി ശ്രമിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ അവരുടെ കുറ്റമായി അല്ലേ? 100%. അത് ശരി. അല്ല, അവർ പറയുന്ന കാര്യങ്ങൾ പുറം ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം പ്രധാനമന്ത്രിയല്ലേ ഇതൊന്നും പറഞ്ഞത്? ഉത്തരവാദിത്വമുണ്ട്. പ്രധാനമന്ത്രിയല്ലേ ഇതൊന്നും പറഞ്ഞത് അല്ലേ? പ്രധാനമന്ത്രി മറുപടി പറയുന്നത് സ്വാഭാവികമായിട്ടും. ഒരു വശത്ത് ഒരു രാജ്യത്തെ മുഴുവൻ മതപരമായിട്ടും ജാതിപരമായിട്ടും പിന്നോക്കം നിൽക്കാനും സ്വത്തുക്കൾ വിഭജിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര, ആ യാത്ര സമയത്ത് ഇലക്ഷൻ മുന്നോട്ടായിട്ടുള്ള യാത്ര വരുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇവിടുത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും തയ്യാറാക്കുന്നത് സവർണറാണ്, അതുകൊണ്ടാണ് താഴെ തട്ടിലുള്ളവർക്ക് വരാൻ പറ്റുന്നില്ല. ഇതെന്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്? അപ്പോൾ രാജ്യത്ത് ബോധപൂർവം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജാതിപരമായിട്ടും മതപരമായിട്ടും വേർതിരിക്കാനുള്ള രാഷ്ട്രീയ അത് എല്ലായിടത്തും അല്ലാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അല്ലാതെ കോൺഗ്രസ് വികസനം പറയാത്തത്, BJP വികസനം ചെയ്തില്ലെന്ന് പറയാത്തത്, BJPയുടെ NDAയുടെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം ഈ രാജ്യത്ത് ഒരു പുരോഗതി നടന്നിട്ടില്ലെന്ന് പറയാത്തത്. അപ്പൊ അതിന് തയ്യാറല്ല. അത് പറഞ്ഞാണ് അവർ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടെന്ന് പറയുന്നത്. അതിന്റെ ആശങ്ക വ്യത്യസ്ത നിലപാടെടുത്തത്. ശരി, ശ്രീ അനിൽകുമാർ, നിങ്ങൾ രണ്ടുപേരിലേക്കും വരാം. ഇപ്പോ കുറ്റമെല്ലാം ഇന്ത്യ മുന്നണിയുടേതായി. അദ്ദേഹം ഈ വിധം ഒന്നും പ്രതികരിച്ചിട്ടില്ല, പറയേണ്ടി വന്നിട്ടില്ല. നിങ്ങളുടെ നേതാക്കൾ എന്തൊക്കെയോ പറഞ്ഞു, രാജ്യത്തെ മതപരമായി ജാതിപരമായി വിഘടിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് മറുപടി പറയേണ്ടി വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അതേ ചെയ്തിട്ടുള്ളൂ എന്ന ഒരു രസകരമായ വിശദീകരണം രാജീവിൽ നിന്ന് താങ്കളുടെ മുമ്പാകെ വെക്കുകയാണ്. ശബരിമല കേസിലെ പരാതിക്കാരിയായിരുന്ന അവിടുത്തെ വനിതാ അഭിഭാഷകരിൽ ഒരാളെ താരപ്രചാരകയാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ BJP. അവർ BJP ആയിട്ടുള്ള ബന്ധം, അതിലെ പരാതിക്കാർക്ക് BJP ആയിട്ടുള്ള ബന്ധം നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം. അവരെ ഇപ്പോൾ ഈ ഇലക്ഷനിൽ താരപ്രചാരകരാക്കിയിരിക്കുകയാണ്. അപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ കേരളത്തിൽ BJPയെ കൊണ്ട് സമരം ചെയ്യിക്കുമ്പോൾ ആ കേസ് കൊടുത്ത ആളെ അല്ലെ പരാതിക്കാരെ താരപ്രചാരകരാക്കിയൊരു പാർട്ടിയാണ് BJP എന്ന ഇരട്ട നാക്ക്, കപടത, ആ കപടത നിലനിൽക്കുമ്പോൾ, ഇത് നമ്മുടെ മുന്നിൽ വസ്തുതാപരമായി നിലനിൽക്കുമ്പോൾ
പിന്നെ ശബരിമലയുടെ കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് വരരുത്. മാത്രമല്ല, കേരള സർക്കാർ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്തില്ല. സുപ്രീം കോടതിയുടെ വിധി വന്നാൽ ആ വിധിയിൽ സർക്കാരിനും ബാധ്യതയുണ്ടതിനപ്പുറത്ത് ഞങ്ങൾക്ക് ഒരടി അതിൽ മുന്നോട്ട് നടക്കേണ്ട കാര്യവുമില്ല. അതാദ്യം മനസ്സിലാക്കണം. രണ്ടാമത്, വിവേകാനന്ദ സ്വാമികളെന്ന് പറയുന്നത് ഏതാണ്ട് RSSന്റെ BJPയുടെയും പാട്ടപ്പറമ്പിൽ നിങ്ങൾ ധ്യാനിച്ച് വളർത്തുന്ന ഒരു രീതിയാണോ? എന്താണ് വിവേകാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങൾ? ഈ കേരളത്തെ ഭ്രാന്താലയം, മലബാറിനെ ഭ്രാന്താലയം എന്ന് വിവേകാനന്ദ സ്വാമികൾ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ആർക്കെതിരായിട്ടാണ്? ഇന്ത്യ രാജ്യത്തെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിവേകാനന്ദ സ്വാമികൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു വരി ഞാൻ പറയാം: പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യർ നടന്നുകൂടാ. മതം മാറി മുഹമ്മദീയനായാൽ എല്ലാം ഭദ്രം. അതുകൊണ്ട് മലബാറിലെ മുസ്ലിം സമുദായം അവിടെ ഉണ്ടായത് വാളും തീയും കൊണ്ട് നേടിയതാണെന്ന് കരുതരുത്. ഇത് വിവേകാനന്ദ സാഹിത്യ സർവസ്വം എടുത്ത് വായിച്ചു നോക്കണം. നിങ്ങൾ പ്രതിമയുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഭ്രാന്താലയമാകാതെ ഇത് മനുഷ്യാലയമാക്കി മാറ്റാൻ, ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റാൻ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് അടിത്തറയിട്ടതാണ് നിങ്ങൾ പറഞ്ഞ EMS വിവേകാനന്ദ സ്മാരക സ്മരണയോട് ചെയ്ത ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന പോലെ പട്ടേലിൻ്റെ പ്രതിമയുണ്ടാക്കിയതുപോലെ പ്രതിമകളുടെ നിർമ്മിതിയല്ല, ജീവിക്കുന്ന മനുഷ്യൻ്റെ നിർമ്മിതിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതുകൊണ്ട് വിവേകാനന്ദൻ്റെ ഉദാര മനസ്സുള്ള അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താണെന്നറിയാമോ? ലോകത്തെ സർവദർശനങ്ങൾക്കും അഭയമരുളിയ മണ്ണാണ് ഇന്ത്യ രാജ്യം. ആ രാജ്യത്ത് പറഞ്ഞൊരു മതത്തെ പ്രതിനിധീകരിക്കാൻ ചിക്കാഗോയിൽ എത്തിയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമികൾ, അത് ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഒരു തിരികൊളുത്താൻ EMS മുതൽ പിണറായി വരെയുള്ള മഹാനേതാക്കന്മാർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 10 കൊല്ലം അധികാരത്തിലിരിക്കുന്ന സർക്കാർ അവരാണ് പറയേണ്ടത് ഞങ്ങൾ എന്തു ചെയ്തു, ഞങ്ങൾ പട്ടിണി മാറ്റി. കെജ്രിവാളിൻ്റെ ചോദ്യത്തിന് മോദിക്കെന്താ ഉത്തരം? നിങ്ങളൊരു ചെറുപ്പക്കാരൻ പട്ടാളത്തിൽ ചേരുമ്പോൾ 4 കൊല്ലമാണ് അയാളുടെ റിട്ടയർമെൻറ്റ് കാലാവധി. നരേന്ദ്രമോദി 5-10 കൊല്ലം കഴിഞ്ഞ് 15ാമത്തെ കൊല്ലം പ്രധാനമന്ത്രിയാകാൻ 15 കൊല്ലം പ്രധാനമന്ത്രിയാകാൻ നടക്കുകയാണ്. പട്ടാളക്കാരന് 4 കൊല്ലം സർവീസ് പ്രഖ്യാപിച്ച മോദിയോട് കെജ്രിവാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഈ ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചാൽ ഉടനെ ഞങ്ങൾ അജണ്ട മാറ്റി എന്നാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ ഈ സമൂഹത്തിനകത്ത് മതപരമായ ഭിന്നതയാണ് പ്രധാനപ്പെട്ട ഭിന്നത എന്നീ ആഖ്യാനങ്ങൾ ചമയ്ക്കുമ്പോൾ എന്താണ് മനുസ്മൃതി നമ്മുടെ സമൂഹത്തിനകത്ത് ജാതിയിൽ താഴ്ന്നവരെ വീണ്ടും വീണ്ടും അടിച്ചു താഴ്ത്തിക്കൊണ്ടിരുന്നത് എന്ന് ജാതി സെൻസസിലൂടെ ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ബീഹാറിലെ മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ പറയണോ? അദ്ദേഹം ഇന്ന് എവിടെ നിൽക്കുന്നു? അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹമാണ് ജാതി സെൻസസ് നടപ്പാക്കിയത്. ആ സെൻസസ് നടപ്പാക്കിയ ആളെ നിങ്ങൾ നിങ്ങളുടെ കൂടാരത്തിലേക്ക് ഓടിച്ചു കയറ്റിയിട്ട് ഇതെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഏതാണ്ട് പരിപാടിയാണെന്ന് പറഞ്ഞാൽ ആ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതവുമായിട്ടാണ് നിങ്ങൾ അവിടെ ഇന്ന് ബീഹാറിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം നിതീഷ് കുമാർ. അതുകൊണ്ട് നിതീഷ് കുമാറാണ് ആ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതും ഇവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ തലയെ വെച്ച് കെട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യം എന്താണ്? മോദി പറഞ്ഞത് എന്താണ്? BJPയുടെ കോൺഗ്രസിൻ്റെ ആഫീസിലേക്ക് ലോറിയിൽ കള്ളപ്പണവുമായി അദാനിയും അംബാനിയും പോയി. നരേന്ദ്രമോദി പറഞ്ഞത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്? മുസ്ലിം ബഡ്ജറ്റ് ഹിന്ദു ബഡ്ജറ്റ് ഉണ്ടാക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിന് ഒരു മത ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഹിന്ദു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മുസ്ലിം ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലാത്തൊരു കാര്യം നടപ്പാക്കാൻ കഴിയുമോ? അവിടെയാണ് മൈസൂരിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചും സംവരണം സംബന്ധിച്ചും പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ടിപ്പു സുൽത്താൻ്റെ പിന്തുടർച്ച അവകാശികളായിട്ടുള്ളവർ ഇന്ന് കൽക്കട്ടയിൽ അവർ റിക്ഷാവലികാരാണ് എന്ന് KR മീര ആരാച്ചാടെന്നുള്ള അവരുടെ നോവലിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് റിക്ഷാവലികാരായി? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മുസ്ലിങ്ങളെ എങ്ങനെ ബ്രിട്ടീഷുകാർ ദ്രോഹിച്ചു? ആ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുകയും അവരുടെ കൂടെ അനുയാത്ര നടത്തുകയും ചെയ്ത നൈസാമിനെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കൈകാര്യം ചെയ്തത്? നിങ്ങൾ ചരിത്രം പഠിക്കണം. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഭാഗമായ ആളുകൾ ഒരിടത്ത് കൂടുമെന്ന് മോദി ധരിക്കരുത്. ഇന്നലെ സുപ്രീം കോടതി എന്താണ് മോദിയുടെ ചെകിട്ടത്തടിച്ചത്? ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രവർത്തിക്കുന്നു.
രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരം നടക്കുന്നു. ദേ ആർ നോട്ട് എനിമീസ്. ജസ്റ്റിസ് വിശ്വനാഥൻ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ വാചകമാണ് ദേ ആർ നോട്ട് എനിമീസ്. BJP ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പരസ്യം ശത്രുതാപരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് BJPക്ക് നാണമില്ലേ? നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യർ ജീവിക്കണ്ടേ? നിങ്ങൾ ഇന്ത്യൻ പൗരെന്ന് പറയുമ്പോൾ ആ പൗരന്മാർക്കിടയിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് ഒരു പരസ്യത്തിലൂടെ വിലയിരുത്തുന്നത് എന്ന് സുപ്രീം കോടതിന് മുന്നിൽ ചെന്നപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഇടയ്ക്ക് ഇടപെടാത്ത സുപ്രീം കോടതി ആ പരസ്യമെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ആ വിധിന്യായം എന്നൊരു വായിച്ചു നോക്ക്. ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാനാവില്ല. എത്ര തവണ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു? ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളുടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദിക്ക് അജണ്ട നിശ്ചയിക്കാനായില്ല. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ കഴിഞ്ഞ തവണ ധ്യാനം നിശ്ചയിക്കുമ്പോൾ, ധ്യാനം നടക്കുമ്പോൾ അത് അങ്ങ് ബാലക്കോട്ടും അതുപോലെ തന്നെ തൊട്ടിപ്പുറ പുൽവാമയും അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു അതിദേശീയതയുടെ ആരവത്തിൻ്റെ തിരയേറ്റത്തിലാണ് ധ്യാനത്തിന് പോയത്. ഇത്തവണ ധ്യാനത്തിന് പോയാൽ നരേന്ദ്രമോദിയുടെ മനസ്സിന് ഉറക്കം കിട്ടില്ല. ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും നരേന്ദ്രമോദിക്ക് ധ്യാനകാലത്ത് ലഭിക്കുക എന്ന് മാത്രമല്ല, ഇങ്ങനെ വരാത്ത വണ്ണം അവിടുന്ന് നരേന്ദ്രമോദി തിരിച്ചു വരേണ്ടതില്ല എന്ന വിധിയിലേക്കാണ് ഇന്ത്യ പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇവിടെ സ്വയ രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ധ്യാനമാണല്ലോ ഇന്നത്തെ ചർച്ചയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2019 ധ്യാനത്തിൽ നിന്നും 2024 ധ്യാനത്തിലേക്ക് വരുന്നൊരു പ്രകടമായ മാറ്റം മോദിയെ സംബന്ധിച്ച് എന്താണ്? നേരത്തെ ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞതുപോലെ കുറേ കൂടി ഹീനമായി അപരമത വിദ്വേഷം, മുസ്ലിം വിരോധം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയ ആൾ എന്ന ഒരു ദുഷ്പേരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു വീണ ഒരു കാലത്താണോ ഈ ധ്യാനത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നത്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ നിലയിൽ അദ്ദേഹത്തെ തുറന്നു കാട്ടാൻ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇന്ത്യ മുന്നണി നടത്തിയിട്ടുള്ള പ്രചാരണത്തെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി ചിലത് പറഞ്ഞു എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് ഇപ്പോൾ ഖണ്ഡിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ അനിൽകുമാർ. ഈ രീതിയിലൊരു നറേറ്റീവ് BJPക്ക് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ ഘട്ടമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ഒരു വാദം എടുത്ത് മുന്നോട്ട് പോകാനാകുമോ? ജനം BJPയിൽ നിന്ന് അകലുന്നു എന്നൊരു വിലയിരുത്തൽ ഏതാണ്ട് BJP നേതൃത്വത്തിന് കൈവന്നിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വയക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആദ്യം ഈ രണ്ടാമത് പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയാം. കാരണം ഇത് പ്രതിപക്ഷമല്ല, ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയത് പ്രതിപക്ഷമല്ല. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദിയെ തുറന്നു കാണിക്കേണ്ട ആവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം സ്വയം അനാവൃതനാകുകയായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഇത്ര കണ്ട് ഇൻറ്റൻസീവ് ആണ് എന്ന് സ്വയം അനാവൃതനായ ഒരു നരേന്ദ്രമോദിയെയാണ് തീർച്ചയായിട്ടും ഇത്തവണ കാണാൻ പറ്റിയത്. കൃത്യമായി ഇതിൽ ആരോടും ആരെങ്കിലും പറഞ്ഞതിനുള്ള മറുപടി ആയിട്ടല്ല പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ളത്. മറുപടിയാണെങ്കിൽ തന്നെ ഇത്ര കണ്ട് വിദ്വേഷം പറയാനുള്ള, ഇത്ര കണ്ട് മോശപ്പെട്ട പ്രസ്താവന നടത്താനുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരാളായി ഈ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി അധപ്പതിച്ചു എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാനമന്ത്രി അധപ്പതിച്ചു എന്നുള്ളത് തന്നെ പറഞ്ഞു വെക്കണം. വിവേകാനന്ദ പാറയിൽ ഈ ധ്യാനത്തെ പറ്റി സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ വിവേകാനന്ദൻ പറയുന്നുണ്ട്, ഈ ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അദ്ദേഹം ചിക്കാഗോയിലെ സർവ്വമത സമ്മേളനത്തിൽ ചെന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിച്ച, സഹിഷ്ണുതയുടെ മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞു വെച്ച ആ വിവേകാനന്ദൻ്റെ മണ്ണിലേക്ക്, ആ വിവേകാനന്ദൻ്റെ നാമധേയത്തിലുള്ള പാറയിലേക്ക് പോയി ഇരിക്കുന്നത് ഈ രാജ്യത്ത് ഏറ്റവും അസഹിഷ്ണുത പരത്തിയ, ഈ രാജ്യത്ത് ഒട്ടും തന്നെ അസഹിഷ്ണുതയില്ലാത്ത ഒരു നേതാവാണ് എന്നുള്ളത് തീർച്ചയായും ആ മണ്ണിനെ കളങ്കപ്പെടുത്തും എന്നുകൂടി പറഞ്ഞു വെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ പ്രസ്താവനകളൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ അപകടകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിലാക്കണം. കാരണം
അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം വായിച്ചു നോക്കുമ്പോൾ അതിലുള്ള വലിയ അപകടം നമ്മൾ പരിശോധിക്കണം. ഇവിടെ 1951 വന്നിട്ടുള്ള ഈ പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ് ആക്ടിലൊക്കെ അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമത്തിൽ വളരെ കൃത്യമായി അതിൻ്റെ 123 പിന്നെ അതിൻ്റെ ഉപവകുപ്പ് 3-ാം വകുപ്പിൽ പറയുന്നുണ്ട് കൃത്യമായി തന്നെ മതം, ജാതി, വംശീയത ഇതൊന്നും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരാൾ പോലും വോട്ട് ചോദിക്കാനോ വോട്ടേഴ്സിനെ സ്വാധീനിക്കാനോ പാടില്ല എന്നുള്ള നിയമം ഈ നാട്ടിൽ നിൽക്കെ ഇത്ര കണ്ട് അപകടകരമായൊരു പ്രസ്താവന നടത്തിയിട്ട് പോലും അതിന് ഏറ്റവും വളരെ ഫ്രജൈലായിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് ശാസിക്കാൻ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കണം. ബാൽ താക്കറെ പോലെ, അല്ലെങ്കിൽ ബാൽ താക്കറെ ഒരിക്കൽ അദ്ദേഹത്തെ 6 വർഷം പിന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ശാസിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നിരന്തരമായി ഇന്നുപോലും, ഇപ്പൊ ജാർഖണ്ഡിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇന്നുപോലും വർഗീയത പരത്തുന്ന, വിദ്വേഷം പരത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത് സമാധിയിലേക്കാണ് അല്ലെങ്കിൽ എന്ത് ധ്യാനത്തിലേക്കാണ് പോകുന്നത്? ഈ രാജ്യത്തെ മനുഷ്യരെ മുഴുവൻ ഇത്ര കണ്ട് വെറുപ്പിലേക്ക്, വിദ്വേഷത്തിലേക്ക്. തെരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്ത് മുൻപും സംഭവിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വാശിയേറിയ തെരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്ത് മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ രാജ്യത്തെ മനുഷ്യരെ ജനാധിപത്യമായി, രാഷ്ട്രീയമായി നേരിടുക, അതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു രീതി. ആ മാന്യത, രാഷ്ട്രീയ മാന്യതയില്ലാത്ത, രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോകലുകൾ സാധ്യമാകാത്തൊരു പാർട്ടിയായി BJP അധപ്പതിച്ചിരിക്കുകയാണ്. പിന്നെ നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഇത് കോൺഗ്രസിന് വികസനം പറഞ്ഞൂടെ എന്ന്. കോൺഗ്രസ് പിന്നെ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചല്ലോ നരേന്ദ്രമോദിയെ, എന്തേ നിങ്ങളുടെ നേതാവിന് ഒരു ചർച്ചയ്ക്ക് വരാൻ കഴിഞ്ഞില്ല, എന്തേ നിങ്ങളുടെ നേതാവിന് വികസനത്തെ പറ്റി സംസാരിക്കാൻ കഴിഞ്ഞില്ല? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ല വികസനം പറയേണ്ടത്, പ്രതിപക്ഷ കക്ഷികളല്ല വികസനം പറയേണ്ടത്. BJPക്ക് എന്തേ പറയാൻ പറ്റിയില്ല? BJP പറയില്ല. വികസനം എന്നുള്ള വാക്ക് ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഉച്ചരിച്ചാൽ വോട്ട് കുത്തനെ ഇടിഞ്ഞു പോവുക BJPക്ക് തന്നെയാണെന്നുള്ള ബോധ്യം നരേന്ദ്രമോദിക്കുണ്ട്. അതിനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ നരേന്ദ്രമോദി കാണിക്കുന്നുണ്ട്. എല്ലാ ഇൻഡെക്സുകളും എടുത്ത് പരിശോധിക്കട്ടെ. ഈ രാജ്യത്തിന്റെ പട്ടിണിയുടെ ഇൻഡെക്സോ അല്ലെങ്കിൽ രാജ്യത്തിലെ ഏത് ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും കുത്തനെ ഇടിഞ്ഞിട്ടുള്ള രീതി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്ര കണ്ട് തൊഴിലില്ലായ്മയുടെ നിരക്ക് പരിശോധിക്കട്ടെ. എന്താ മിണ്ടാത്തത്? ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ഈ മതവും ജാതിയും മുസ്ലിമും വെറുപ്പും വിരോധവും പ്രതിമയും പറയാതെ ഈ രാജ്യത്തെ വികസനത്തെ പറ്റി പറയാൻ BJPയെ വെല്ലുവിളിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അവർ പറയട്ടെ, ഇതിന്റെ പ്രതിനിധികളെങ്കിലും പറയാൻ തയ്യാറാവട്ടെ. റൈറ്റ്. ഞാൻ ഷാജി ജോസഫിലേക്ക്. ഷാജി ജോസഫ്, ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ധ്യാനമാണ് പ്രശ്നം. അല്ലെങ്കിൽ കേദാർനാഥിൽ ധ്യാനത്തിന് പോകുന്ന ഘട്ടത്തിലും ധ്യാനത്തിലിരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമുക്കറിയാം അദ്ദേഹം വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു അന്തരീക്ഷം അതായിരുന്നു. പക്ഷേ 2024 വിവേകാനന്ദ പാറയിലേക്ക് ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു പരാജയത്തെയും തിരിച്ചടിയെയും മുന്നിൽ കാണുന്ന വിധം ആശങ്കയോടെ ഉള്ളതാകുമോ? ഞാനത് ചോദിക്കാൻ കാര്യം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന ഈ ഘട്ടത്തിൽ താങ്കളടക്കം മാധ്യമപ്രവർത്തകർക്ക്, രാഷ്ട്രീയ നിരീക്ഷകർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണ്? BJPക്ക് സീറ്റ് കുറയുമോ? കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് എത്താനാകുമോ? അവരുടെ ഘടകകക്ഷി വളരെ ദുർബലമാണ്, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ദുർബലമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആകാംക്ഷയോടെ ഇന്നിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച്, ഉത്തരേന്ത്യൻ സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഒന്ന് ചുരുക്കി. BJPക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. ജനുവരി 22-ാം തീയതിയിലെ ക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം, അയോധ്യയിലെ ക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം, ക്ഷേത്രം എന്ന് പറയുന്ന, അതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് 400 സീറ്റ് ഇന്ത്യയിലൊട്ടാകെ നേടുമെന്ന് വിശ്വസിക്കുന്ന BJPക്ക് ഈ കാര്യത്തിൽ അടിപതറി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് BJPക്ക് വളരെ കൃത്യമായി അവർ ആഗ്രഹിച്ച രീതിയിൽ, അവർ ലക്ഷ്യമിട്ട രീതിയിൽ രാമക്ഷേത്രം നിർമ്മിതി ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും വളരെ വലിയ ഒരു സംഖ്യയിലേക്ക്, പാർലമെന്റിൽ ഒരു വിജയത്തിന്റെ സംഖ്യ അല്ലെങ്കിൽ അംഗങ്ങളുടെ സംഖ്യയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെയാണ് വിഭാഗീയത എന്ന് പറയുന്ന പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ആ ആയുധം പുറത്തെടുക്കാൻ പ്രൈം മിനിസ്റ്റർ നിർബന്ധനായത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. എന്തുകൊണ്ടാണ് ഇന്ന് തന്നെ
കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം പോകുകയാണ് ധ്യാനിക്കാൻ എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. 13 സീറ്റുകൾ 9 സീറ്റുകൾ മത്സരത്തിനായി അവശേഷിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഒരു സീറ്റ് പോലും നിലവിൽ BJP-യുടേതല്ല എന്നുള്ളതിനാൽ ആ സീറ്റുകളൊക്കെ TMC എന്ന് പറയുന്ന പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളായതിനാൽ അവിടെ BJP-യും പ്രധാനമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് ഹിന്ദുത്വ കാർഡ് മുന്നിൽ വെച്ചുകൊണ്ട് അവിടുത്തെ മഠങ്ങളിലും ആശ്രമങ്ങളിലും ഹിന്ദുത്വ സ്വാമികളെ ആകർഷിക്കാനുള്ള നീക്കത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം മാത്രമാണ് ഇന്നത്തെ വിവേകാനന്ദ പാറയിലെ ധ്യാനം എന്ന് പറയുന്നതിന്റെ പ്രൊപ്പഗാൻഡ അഴിച്ചുവിടാനുള്ള കാരണം. ഇതല്ലാതെ മറ്റൊന്നും കൊണ്ട് വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഷോ BJP കാണിക്കാൻ പോകുന്ന വെസ്റ്റ് ബംഗാളിലായിരിക്കുമെന്ന്. അവിടുത്തെ ഹിന്ദു മതവിശ്വാസികളെ കയ്യിലെടുക്കാൻ വേണ്ടി, അവിടുത്തെ ആശ്രമങ്ങളുടെ നടത്തിപ്പുകാരെയും സ്വാമികളെയും ഒക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു റോഡ് ഷോയാണ് ഇന്ന് അവിടെ നടന്നത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് നമ്മൾ കാണുന്ന ബാറ്റിൽ ഗ്രൗണ്ട് സംസ്ഥാനങ്ങൾ, അത് മധ്യപ്രദേശ് ആണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും അപ്പുറം ഉത്തർപ്രദേശ് ആണെങ്കിലും ബീഹാർ ആണെങ്കിലും BJP-യുടെ കണക്ക് കൂട്ടലുകൾ, പ്രത്യേകിച്ച് അവരുടെ സഖ്യകക്ഷികളുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് പ്രത്യേക മെച്ചമുണ്ടാകുന്നില്ല എന്നവർ തിരിച്ചറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ 6 ഘട്ടങ്ങളിലും നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് അവസാന 2 ഘട്ടങ്ങളിൽ BJP-ക്ക് അവരുടെ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുന്നു എന്ന് വളരെ കൃത്യമായി അവർ മനസ്സിലാക്കിയിരിക്കുക. അതായത് 303 സീറ്റാണ് BJP-ക്ക് ഉള്ളത്. ലോക്സഭയിൽ BJP-യുടെ അംഗബലം 303 ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 303-ൽ നിന്ന് മുകളിലേക്ക് പോയി ആകെ മുന്നണി എന്ന നിലയിൽ 400 എന്നുള്ളതിലേക്ക് ആ ഒരു വലിയ പ്രഖ്യാപനവും കാര്യങ്ങളും ഇപ്പോഴില്ല. ആ നിലയിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നിരിക്കട്ടെ, ഈ 303-ൽ നിന്നുള്ള ഇറക്കമുണ്ടല്ലോ, അതിൻ്റെ തോത് എങ്ങനെയാവാം താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ? ശരത്തെ, നമ്മുടെ മുൻപിൽ ഇപ്പൊ നമ്മുടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞല്ലോ, അവർ കേവല ഭൂരിപക്ഷം കടന്നു. ഇനിയിപ്പോ ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് 400 ആയിരിക്കുമല്ലോ. 400 ആണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കണം, ഇനി 57 സീറ്റുകളെ ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ. 272 കടന്നു എന്നതിന്റെ അർത്ഥം ഏതായാലും 300-ലോട്ട് എത്തിയിട്ടില്ലല്ലോ. അതല്ലെങ്കിൽ പറഞ്ഞാലോ ഞങ്ങൾ 370 നേടി നിൽക്കുകയാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ വെറും മുദ്രാവാക്യങ്ങൾ മാത്രമാണ്. ഇതൊന്നും ഒരു ലോജിസ്റ്റിക്സും അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റും ഉള്ള അവകാശവാദങ്ങളല്ല. ഞാൻ വളരെ കൃത്യമായി പറയാം, BJP കഴിഞ്ഞ 6 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ലഭിക്കും എന്ന് BJP സ്വന്തമായി കണക്കാക്കുന്നത് 150 സീറ്റോളം മാത്രമാണ്. പല നിരീക്ഷകരും പറയുന്നു, നമ്മൾ കേൾക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ, തെരഞ്ഞെടുപ്പ് നടന്ന പല സ്ഥലങ്ങളിലെ വോട്ടിംഗ് ട്രെൻഡുകൾ നമ്മൾ കാണുമ്പോൾ BJP 200 സീറ്റിനോട് അടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും. ഇനി അവരുടെ ബെസ്റ്റ് ഷോ ആണെങ്കിൽ പോലും അത് 225-നപ്പുറം കടക്കില്ല എന്ന് വളരെ വ്യക്തമാകുന്ന രീതിയിലുള്ള ട്രെൻഡുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ഇന്നും ദുംകയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഈ 400 പാർ 400 കടക്കും എന്ന ആ പ്രതീക്ഷ ഏതാണ്ട് മറ്റീരിയൽ ആയി മാറുകയാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് അപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, 57 സീറ്റ് കൂടെ കൂട്ടിയാൽ 400-ൽ എങ്ങനെ എത്തും കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് എന്നതാണ് എനിക്ക് ശരത്തെ സംശയം. ശരി രാജീവ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 6 ഘട്ടം കഴിഞ്ഞു, 1 ഘട്ടം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ BJP അതിൻ്റെ ഒരു പരമാവധിയിൽ സീറ്റുകൾ നേടി നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ. അവിടെയെല്ലാം നിങ്ങൾക്ക് ഇത്തവണ സീറ്റ് നഷ്ടപ്പെടും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള നിരീക്ഷണങ്ങൾ ഇതിനോടകം തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ താങ്കൾക്കോ BJP-ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൽ തന്നെ ഒരു 50+ സീറ്റ്സ് ഇപ്പോൾ കിട്ടിയതിൽ നിന്ന് നിങ്ങൾക്ക് കുറഞ്ഞാൽ തന്നെ നിങ്ങളൊരു 250-ന് താഴേക്കെത്തും.
ഷാജി ജോസഫിൻ്റെ കണക്ക് താങ്കൾ കേട്ടല്ലോ. അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ നിങ്ങളുടെ ഘടകകക്ഷികൾ ദുർബലമാകുന്ന ഒരു അവസ്ഥ ഇത്തവണ പ്രത്യേകിച്ചുണ്ട്. 2019 ഒരു അന്തരീക്ഷമേ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയുള്ളത്. അങ്ങനെ വന്നാലാണ് നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്ത നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ സീറ്റുകൾ കുറയുന്ന സ്റ്റേറ്റുകൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അത്രയധികം സീറ്റുകൾ പകരം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമില്ല എന്നുള്ളതാണ് BJP അലട്ടുന്ന പ്രശ്നം. അതൊരു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ അസസ്മെൻറ്റിലെ ഒരു റിയാലിറ്റിയാണ് രാജീവ്. എനിക്ക് സമയം തരണം. ഒരൊറ്റ കാര്യം ആദ്യം ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മുടെ ശ്രീമതി സോയ പറഞ്ഞതിന് ഉത്തരം പറയാം. രാഹുൽ ഗാന്ധിക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി യുവമോർച്ചയുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് നിശ്ചയിച്ചു. വരാത്ത കോൺഗ്രസ്സാണ് 1. 2 BJP ആയിട്ട് ചർച്ചയ്ക്കുണ്ടെങ്കിൽ സോയ സമയം തീരുമാനിച്ചാൽ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ സമയവും സ്ഥലവും പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്. അതൊന്ന്. 2 ശരത്തെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ പറയുന്നത് ഈ ഇലക്ഷന് മുമ്പ് വെച്ച് ഞങ്ങൾ 400+ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ 1.5 വർഷം കൊണ്ടുള്ള സംഘടനാ തലത്തിലുള്ള പ്രവർത്തനമാണ്. കരുത്തോടു കൂടിയുള്ള ബൂത്ത് തല പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് ഞങ്ങൾ 400-ന് മുകളിൽ പിടിക്കും. അങ്ങനെയുള്ള കരുത്തുള്ള ഒരു സംഘടനയാണ്. ഇന്ന് രാജ്യത്തെ എല്ലാ ബൂത്തുകളിലും പ്രവർത്തിക്കാൻ പറ്റുന്ന വലിയൊരു പ്രവർത്തക ശക്തിയുണ്ട്. അത് കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, അല്ലാതെ കേരളത്തിൽ വന്ന് കോൺഗ്രസിനെതിരെ മത്സരിച്ചിട്ട് അവിടെ പോയി കോൺഗ്രസിന് മത്സരിക്കുന്ന ആനി രാജ പോലെയുള്ള ആൾക്കാരുടെ അജണ്ടയല്ല BJPയുടെ അജണ്ട എന്ന് പറയുന്നത്. ശ്രീധരൻ യെച്ചൂരി ഇന്ന് വരെ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത ശ്രീധരൻ യെച്ചൂരിയുടെ അജണ്ടയല്ല. ചൂലിന് വോട്ട് ചെയ്ത ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്ത സോണിയാഗാന്ധിയുടെയും രാഹുലിൻ്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും അജണ്ടയല്ല. ഞങ്ങളുടെ ശക്തമായിട്ടുള്ള കരുത്തോടു കൂടിയുള്ള പ്രവർത്തകരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും 400 സീറ്റിന് മുകളിൽ വരുമെന്നുള്ളത്. ഇപ്പോൾ തന്നെ 6 ഘട്ടം കഴിയുമ്പോൾ BJP ഒറ്റയ്ക്ക് 350 മുകളിൽ കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. BJP ഒറ്റയ്ക്കാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. വിവേകാനന്ദപ്പാറയിൽ സ്വാമി നരേന്ദ്രമോദി ധ്യാനത്തിലിരിക്കുന്നത് വർദ്ധിത വീര്യത്തോടുകൂടി ഈ രാജ്യത്തെ നയിക്കാനുള്ള കരുത്ത് പകരാൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നത്, ഞാൻ ഉറപ്പിച്ചു തന്നെ പറയാം, അദ്ദേഹം തിരിച്ചു വരുന്നത് മരണമടയുന്ന ഇന്ത്യ മുന്നണിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യ വരവും കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. ഷെൽകുമാർ 303 350 ആകും എന്നുള്ളതാണ് ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാദം. പക്ഷേ നമ്മുടെ മുമ്പിൽ നടക്കുന്ന അസസ്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ. അനിൽകുമാർ സൂക്ഷ്മമായി വളരെ ശ്രദ്ധയോടെ ഇത് കാണാൻ സാധ്യതയുള്ള ആളാണ്. അതുകൊണ്ട് താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ എന്താണ്? അല്ല, BJPക്ക് 303 സീറ്റ് ലഭ്യമായ സന്ദർഭത്തിൽ പരമാവധി സീറ്റുകളിൽ അവർ ജയിച്ച കുറേ സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ഇന്ന് ആ നിലവാരം ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കേരളവും തമിഴ്നാടും ഒക്കെ അവിടെ നിൽക്കട്ടെ, കർണാടകം മാത്രം നോക്കൂ. കർണാടകത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം ഇത്തവണ BJPക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം അത് കിട്ടാൻ പോകുന്നില്ല. അതല്ല, കർണാടകത്തിൽ ഞങ്ങൾക്ക് മുഴുവൻ സീറ്റും കിട്ടും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 303 മുന്നോട്ട് പോകും. അപ്പോൾ കർണാടകം പുറകോട്ട് പോയാൽ പിന്നെ ആ കുറവ് എവിടെ നികത്തും? കർണാടകം പുറകോട്ട് പോയാൽ ആ കുറവ് എവിടെ നികത്തും? രണ്ടാമത്തേതാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രത്തിലെ മഹാവികാസ് സ്റ്റേറ്റ് പറയാനാണ്. കർണാടകത്തിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങളത് പറയണ്ട. ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ കൃത്യമായിട്ട് കണക്കുകൂട്ടലാണ്. കർണാടകത്തിൽ കുറയുമെന്ന് ഇദ്ദേഹം കുറയട്ടെ. കർണാടകത്തിൽ പക്ഷെ ബാലൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് ബാലൻസ് ചെയ്യാനുള്ള സ്റ്റേറ്റുകളുണ്ട്. ഞാൻ കേട്ടെ, ശ്രീ അനിൽകുമാർ ആദ്യം ആലോചിക്കേണ്ടത് കേരളത്തിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടി ചർച്ചാ വിഷയമാണ്. അങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മോദിയുടെ ധ്യാനവും BJPയുടെ അസസ്മെന്റും BJPയുടെ പ്രതീക്ഷയുമാണ്. നിങ്ങൾക്ക് കർണാടകത്തിൽ സീറ്റ് കുറയുമ്പോൾ പകരം ഏത് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് സീറ്റ് കൂടും എന്ന് ചോദിക്കുന്നത് ഒരു യുക്തിസഹമായ ചോദ്യമാണ്. അതിന് രാജീവിന്റെ സഹായം ആവശ്യമില്ലെന്നേ. രാജീവ് വേണ്ട. ജൂലൈ 4 ആർക്കും മനസ്സിലാവും. ആരും തന്നെ വേണ്ട. അതിന് ഇത്രയും വലിയ ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഈ രാത്രിയിലത്തെ ചർച്ചയിലെ ചോദ്യം അതാണ്. രാജീവേ, നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ് ഇന്നത്തെ ഈ രാത്രിയിൽ കർണാടകത്തിൽ നിങ്ങൾക്ക് സീറ്റ് കുറയുമെന്ന് നിങ്ങൾ ഭംഗ്യന്തരേണ സമ്മതിച്ചു. പകരം നിങ്ങൾക്ക് അതുപോലെ റീപ്ലേസ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ് പറയൂ. ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രണ്ടാമത് വന്നിട്ടുള്ളതായിട്ടുള്ള നിരവധിയായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ഒരു പേര് പറ. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഞങ്ങൾക്ക് സീറ്റ് കാര്യമായി കൂടുന്നു, ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് വരാം,
പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അതിന്റെ ആവശ്യമില്ലെന്നേ ഞാൻ എന്നാ പിന്നെ കാര്യമില്ല. ശ്രീകുമാർ പൂർത്തിയാക്കും. ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിലൊരു വാചകവും കേൾക്കേണ്ടതായിട്ടില്ല. അനിൽകുമാറിന്റെ അഭിപ്രായം പൂർത്തിയാക്കൂ പ്ലീസ്. അല്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് താങ്കളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സ്റ്റേറ്റ് പറയാനുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ സോറി. അല്ല, ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അനിൽകുമാർ. CPM ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ജയാപജയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം വിധിക്കപ്പെടേണ്ട പാർട്ടിയുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മോഹൻ ഭഗവത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് കൾച്ചറൽ മാർക്സിസ്റ്റ് എന്ന പ്രയോഗം തന്നെ പ്രയോഗിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞല്ലോ, ഇന്ത്യ മുഴുവൻ പടർന്നു, ഞങ്ങൾ 1.5 കൊല്ലം ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഹരിയാനയിലും അതുപോലെ തന്നെ പഞ്ചാബിലും സ്ഥാനാർത്ഥികൾക്ക് വീടുകളിൽ ചെല്ലാൻ പറ്റുന്നില്ല, ഗ്രാമങ്ങളിൽ ചെല്ലാൻ പറ്റുന്നില്ല. ഹരിയാനയിൽ ഇപ്പൊ ഗവൺമെന്റ് വീഴാൻ പോവാ. നിങ്ങളുടെ ഞാൻ സ്വന്തമായിട്ട് ചിഹ്നം ഉറപ്പിക്കാൻ വേണ്ടി മത്സരിച്ച ഒരു പാർട്ടിയാണ്. എന്റെ രാജീവ്, നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വഴിതിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്നേ കഴിഞ്ഞു. വെറുതെ പറയുകയാണ്. ശ്രീ അനിൽകുമാർ, താങ്കളുടെ വാദം പൂർത്തിയാക്കും. കർണാടക, ഹരിയാന ഒന്ന് ചുരുക്കി വേണം, ബാക്കി നമുക്ക് സോയയ്ക്ക് കൂടെ കൊടുക്കാം. പിന്നെ കർണാടക, ഹരിയാന, പിന്നെ പിന്നെ CPM ചിഹ്നത്തെക്കുറിച്ചുള്ള സംശയം അല്ല, ഞാൻ അതുകൂടെ പറഞ്ഞേക്കാം. CPM ചിഹ്നത്തെക്കുറിച്ചുള്ള സംശയം. CPM ചിഹ്നമില്ലായിരുന്നു. ഞങ്ങൾക്ക് 1965 ഞങ്ങളുടെ ചിഹ്നം ജയിലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ 34 പേര് ജയിലിൽ കിടന്നാണ് 65 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് ഞങ്ങൾക്ക് ഏതായിരുന്നു ചിഹ്നം? അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPI വേർതിരിച്ചറിയാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തന്ന ചിഹ്നമാണ് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം. ഞാൻ പറയട്ടെ ദയവായി എന്നോട് മാപ്പാക്കിത്താ, ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ 65 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ കിട്ടിയ ചിഹ്നമാണ്. ആദ്യം ദേശീയ ചിഹ്നമായിരുന്നില്ല അരിവാൾ ചുറ്റിക നക്ഷത്രം. 65 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ചിഹ്നമാണ്. അതുകൊണ്ട് ചിഹ്നം വെച്ചിട്ടല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അളക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രത്യയ ശാസ്ത്രമുണ്ട്. ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സമരഭരിതമായ കർഷകന്റെയും തൊഴിലാളികളുടെയും അതുപോലെ മറ്റു വിഭാഗങ്ങളുടെയും സമരമുന്നണിയുണ്ട്. ഞങ്ങൾ ഈ 10 കൊല്ലവും തപസ് ചെയ്യുകയായിരുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ശരത്തെ. ഈ 10 കൊല്ലവും ഞങ്ങൾ തപസ് ചെയ്യുകയായിരുന്നു. നരേന്ദ്രമോദി ഇലക്ഷൻ കാലത്ത് ഒരു ധ്യാനത്തിലേക്ക് പോയി. ഞങ്ങൾ ഈ 10 കൊല്ലവും ഈ രാജ്യത്തെ തൊഴിലാളിയെയും കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ധ്യാന നിർഭരമായ സമരഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതിന്റെ ഉറവകൾ ഉയർന്നു വന്നതാണ് ലോങ് മാർച്ച്. ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത സംസ്ഥാനമാണ് ഉച്ചക്കഞ്ഞി വിദ്യാർത്ഥികൾക്ക് ധ്യാനം ചെയ്യണത് 10 വർഷം കൊണ്ട്. നമ്മള് ഒരു ചർച്ചയില് നിലവാരം വേണം കേട്ടോ. നിലവാരമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. 10 വർഷം കൊണ്ട് ധ്യാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് ശമ്പളം കൊടുക്കാൻ ഇനി കൊടുക്കാക്കൂ. ഈ സംസ്ഥാനത്ത് ധ്യാനം ചെയ്യുന്നതുകൊണ്ടാണ്, ഇതുള്ളതാണ്, ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള അവരുടെ ഇന്ത്യ രാജ്യത്ത് ബഹുമാനപ്പെട്ട സഹോദര നിർമ്മല സീതാരാമൻ ബഹുമാനപ്പെട്ട സഹോദര നിർമ്മല സീതാരാമൻ ഒരു വർഷം എടുക്കുന്ന കടം 18 ലക്ഷം കോടിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം അത് 15.5 ലക്ഷം കോടിയായി മാറി. ഇപ്പം ഒരു മാസം നിർമ്മല സീതാരാമൻ എടുക്കുന്ന കടം 1,40,000 കോടിയാണ്. ആ 1,40,000 കോടി കടമെടുക്കുന്ന നിർമ്മല സീതാരാമനോട് കേരളം 3,500 കോടിയെ കടമെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ ഒരു പരസ്പരം ഒരു ബഹുമാനവും സ്നേഹവും വേണം. അതെ, ഞാൻ താങ്കൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതെ, അനവസരത്തിൽ കയറ്റിക്കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് ശ്രീ അനിൽകുമാർ മറുപടിയും നൽകി കഴിഞ്ഞു. സോയ, വളരെ ക്യുക്കായി സംസ്ഥാനങ്ങളെക്കുറിച്ചാണ്. എങ്ങനെ BJPയുടെ സ്റ്റേറ്റുകളിൽ കുറയും? സോയയുടെ ഒരു അസസ്മെന്റ് എന്താണ്? വളരെ ചെറുതായി. തീർച്ചയായും ഇപ്പം ദക്ഷിണേന്ത്യയിൽ വന്ന അദ്ദേഹത്തിന്റെ ധ്യാനമൊക്കെ ആരംഭിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിലം തൊടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാലോ. ഈ ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ ഉണ്ടായ വലിയ മാറ്റങ്ങളെ പറ്റി നമുക്കറിയാം. പിന്നെ കേരളവും തമിഴ്നാടിനെ പറ്റിയൊന്നും ഞാൻ സംസാരിച്ചു വെക്കേണ്ടതില്ല. അതുപോലെ എല്ലായിടങ്ങളിലും ഹരിയാന ഉൾപ്പെടെ രാജസ്ഥാൻ ഉൾപ്പെടെ
എല്ലായിടങ്ങളിലും വലിയ മാറ്റം ഉണ്ടാകും. ഡൽഹിയിൽ വലിയ മാറ്റം ഉണ്ടാകും. അക്കാര്യത്തിലൊന്നും സംശയം വേണ്ട. ഇതൊക്കെ ഈ സീറ്റുകൾ നിങ്ങൾക്കറിയാം, ഡൽഹിയിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഹരിയാനയോ ജാർഖണ്ഡ് ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവും. കർഷക സമരവുമായി ബന്ധപ്പെട്ട്, അഗ്നിവീർ പദ്ധതിയുമായൊക്കെ ബന്ധപ്പെട്ട് ആളുകളുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ആന്റി ഇക്യുബൻസി വലിയ രീതിയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആന്റി ഇക്യുബൻസി തീർച്ചയായും വർക്കൗട്ട് ചെയ്യും. ഈ പറഞ്ഞ കണക്കുകൾ കൃത്യമായി വെച്ച് തന്നെ BJPയുടെ സീറ്റിൽ വൻ ഇടിവുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന സീറ്റുകൾ, മറ്റ് ഘടകകക്ഷികൾ പിടിച്ചെടുക്കുന്ന സീറ്റുകൾ, ഇതിനൊന്നും പരിഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ നേരത്തെ BJP പ്രതിനിധി വെറുതെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ എന്നല്ലാതെ ഒരു സീറ്റ് എവിടെയെങ്കിലും ഒരു സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറയാനുള്ള ആർജവം ഒരു പ്രതിനിധിക്ക് പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്ക് ഇനി ധ്യാനത്തിലേക്കും സമാധിയിലേക്കും മടങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾക്ക് എവിടെയും ഇനി തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് സീറ്റ് കിട്ടുക? ചോദ്യം തന്നെയാണ് ഈ ദിവസങ്ങളിലേത്. 4-ാം തീയതിക്ക് ശേഷം അതിലൊരു വ്യക്തത വരാൻ പോകുന്നു. ഷജി ജോസഫ് ഒറ്റ വാചകത്തിൽ 303 350 ആകും എന്നീ ചർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും രാജീവ് പറഞ്ഞതിൽ എന്തെങ്കിലും കഥയുണ്ടോ? 네. 350 സീറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, അപ്പൊ ഇനിയും കിട്ടാനുണ്ട്. റൈറ്റ്. ഏതായാലും ജാർഖണ്ഡിൽ നിന്നുമാണ് ഷാജി ജോസഫ് സംസാരിച്ചത്. ഏതായാലും ഉത്തരേന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു ട്രെൻഡിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. അതുപോലെ തന്നെ ശ്രീ അനിൽകുമാർ, സോയ, അതുപോലെ രാജീവ്, വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.